ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാടായ കളമശ്ശേരിക്കും അഭിമാനമാണ്. 9ാമത് ദേശീയ എയ്റോ സ്കേറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ 2ാം സ്ഥാനം നേടിയ എറണാകുളം ജില്ല കളമശ്ശേരി സ്വദേശി ഹയ മറിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. ഹയ ഈ മത്സരത്തിൽ, അതായത് സ്കേറ്റിങ്ങും ബോളും ചേർന്നിട്ടുള്ള മത്സരമല്ലേ ഇത്, അല്ലേ? സ്കേറ്റോ ഹയ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈ സ്കേറ്റിങ്ങും ഇതും എത്രാം ക്ലാസ്സിൽ വെച്ചിട്ട്? ഈ വർഷമാണ് ഇത് മത്സരത്തിൽ ചെയ്തിട്ടാണ് പരിശീലനം നേടിയത്. അത് ശരി. ചെറുപ്പം മുതൽ ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിലായപ്പോഴാണ് ഇത്. ഇതിലേക്ക് ഇറങ്ങി അത് സ്കൂളിൽ വന്നിട്ട് പരിശീലനം നടത്തുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്ക് പോകും പരിശീലനം നേടും? അപ്പോൾ സ്കേറ്റിംഗ് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? എറണാകുളം ചിൽഡ്രൻസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബോളും വെച്ചിട്ടുള്ള മത്സരമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 50 പേരുണ്ടായിരുന്നു. അതിൽ ഈ അനം പെടുക, അല്ലെങ്കിൽ നിങ്ങൾ 6 പേരല്ലേ മത്സരത്തിൽ പങ്കെടുത്തത്? ടോട്ടൽ 50 പേരെ സെലക്ട് ചെയ്ത് 6 പേരാണ് മത്സരത്തിന് പോയത്. അങ്ങനെയാണോ? ബോയ്സും ഗേൾസും എല്ലാം കൂടി പഠിച്ചിട്ട് 50 പേരാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് നീ മാത്രമേ ഉള്ളൂ, അല്ലേ? പിന്നെ ബാക്കി ഏത് ജില്ലയിൽ നിന്നൊക്കെ ബാക്കിയുള്ള കുട്ടികൾ? മലപ്പുറത്തും കണ്ണൂർ ഇവിടെ നിന്നുള്ളത്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പോൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അപ്പോൾ വേറെന്തൊക്കെ മത്സരത്തിലാണ് ഇതുള്ളത്, താല്പര്യമുള്ളത്? ഫുട്ബോൾ കളിക്കും, ബാസ്കറ്റ് ബോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കേറ്റിംഗ് ഇത് എവിടെ നടന്നത്? തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിലാണ്, കൊച്ചിയിലാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? 2 ദിവസം. സ്കൂൾ ഗെയിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന 9ാമത് ദേശീയ എയ്റോ സ്കേറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് 2023-24 അണ്ടർ 18 വിഭാഗത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം. തമിഴ്നാട്ടിൽ നടന്ന മത്സരത്തിലാണ് കേരളത്തിന് വിജയം. 1ാം സ്ഥാനം തമിഴ്നാട് കരസ്ഥമാക്കി. വ്യക്തിഗത ഇനത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹയ മറിയം നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പോയതല്ലേ നിങ്ങളെ മാതാപിതാക്കളുടെ കൂടെയാണ്? സ്കൂളിൽ നിന്നും അവരുണ്ടായിരുന്നു. പിന്നെ ട്രോഫി കിട്ടിയപ്പോൾ എന്താ അപ്പം മനസ്സിൽ ആദ്യം വന്നത്? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇനി അടുത്ത നാഷണൽ നേപ്പാളിൽ നടക്കുന്നുണ്ട്, അല്ലേ? ഇന്റർനാഷണൽ ഏഷ്യൻ കപ്പ് നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ ശ്രമത്തിലാണ്. എന്നാ മത്സരം വരുന്നത്? മെയ് ഒക്കെ. അപ്പോൾ പഠിത്തത്തിൽ എങ്ങനെ പിന്നോട്ടാണോ? 10ാം ക്ലാസ്സല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണ്ടേ ഇനി. അപ്പോൾ ഈ സ്പോർട്സും ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഈ ആദ്യം തന്നെ ഈ മത്സരത്തിൽ നമ്മൾ സെക്കൻഡ്, കേരളത്തിന് സെക്കൻഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ട്രോഫി വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറിപ്പോൾ ആദ്യം മനസ്സിലെന്താവുന്നു? സന്തോഷം ഇപ്പോൾ എല്ലാവർക്കും വരും, അല്ലേ? പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അതാണ് മനസ്സിലുള്ളത്. അവരൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഓടിക്കയറിയില്ലേ? അതാണ് യഥാർത്ഥം. സാധാരണ കുട്ടികൾ പറയും വളരെ സന്തോഷമായിരുന്നു. ഇവിടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ആ കുഞ്ഞു മനസ്സിൽ ആ സന്തോഷവേളയിൽ ഓർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇനിയുള്ള മക്കളെല്ലാം ഇതുപോലെ സ്പോർട്സ് രംഗത്ത് കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒട്ടനവധി കുട്ടികളുണ്ട്. പല പ്രയാസങ്ങളും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിയുമ്പോൾ സ്പോർട്സിൽ നിന്നും അവർ പതുക്കെ പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് കേരള സർക്കാർ അതൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. ഇങ്ങനെയുള്ള നമ്മുടെ നാളെ ലോകത്ത് കേരളം സ്പോർട്സിൽ നമ്പർ 1 ആകും എന്നുള്ളതാണ് എൻ്റെയൊക്കെ ആഗ്രഹം. നമുക്കൊന്നും ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് അനയെ പോലുള്ള കുട്ടികൾ, ധാരാളം കുട്ടികളുണ്ട്, പലവർക്കും പല
അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എത്ര കുട്ടികളുണ്ട് ഇത് പഠിക്കണം അല്ലെങ്കിൽ സ്പോർട്സിൽ ചേരണം? പറ്റാത്ത കുട്ടികളുണ്ട്, വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. പലർക്കും പല ടേസ്റ്റാണ്. പക്ഷെ അന ചെയ്യുന്നത് ഹയ ചെയ്യുന്നത് സ്കേറ്റിങ്, ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ഡോജ് ബോള്, പിന്നെ വേറെ എന്തൊക്കെ സ്കേറ്റിങ്, ഇത്രയും കാര്യങ്ങളാണ് ഹന ചെയ്യുന്നത്. ഒരു നിസ്സാര കുട്ടിയല്ല. അപ്പോൾ എനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക. അതിൻ്റെ കൂടാണ്ട് ന്യൂസ് 95 ബിഗ് സല്യൂട്ട്. സ്കൂൾ ഗെയിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മേഖല ഇന്ത്യ ട്രൈബൽ ഗെയിം ജൻജാതീയ മഹോത്സവ് വേൾഡ് എയറോസ് കാറ്റോ ബോൾ ഫെഡറേഷനുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. ട്രിച്ചി നാമക്കൽ കൊങ്ങനാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആർട്സ് ടെക്നോളജിയിൽ കഴിഞ്ഞ 20-21 തീയതികളിലായിരുന്നു മത്സരം. ഇനി ബാക്കിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിലൊരു എല്ലാവരും അറിയുന്ന ഒരു അറ്റൻഡാണ്. നമുക്ക് അതിൽ പൈസ കിട്ടി നമ്മളെ സഹായിക്കണോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചിറങ്ങാം. മാതാപിതാക്കളോട് എന്താ പറയാനുള്ളത്? മാത്രമുള്ള ടീച്ചർമാരോടാ നന്ദിയുണ്ടല്ലേ? അപ്പൊ വളരെ അഭിമാനം. അപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ ലഭിക്കില്ല. PSC വഴി ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലേ PSC വഴി ജോലി നേടാനുള്ള തീരുമാനങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ ഇതിനെ കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അന പറയുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. PSC വരെയും ഈ 10ാം ക്ലാസ്സിൽ ആലോചിച്ച് വെച്ചേക്കാണ്. സാറ് പറയുന്ന ഓരോ കോച്ചിങ് ആണല്ലോ. കളമശ്ശേരി നജാത്ത് പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹയാമറിയം മിൽമ ഡയറി ജീവനക്കാരൻ KM ജിയാസിന്റെയും വെണ്ണല ഗോൾഡ് LP സ്കൂൾ ടീച്ചർ റോഷിനി MM സാജിദയുടെയും മകളാണ്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ സർക്കാർ തലത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ടർഫ് തലത്തിലും അല്ലെങ്കിൽ അക്കാഡമി തലത്തിലൊക്കെ ഒരുപാട് അവസരങ്ങൾ പിള്ളേർക്കുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള ഒരുപാട് ടൂർണമെൻറ്റുകളിൽ ഇവരെ പോലുള്ള കുറേ പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഇവരുടെ കൂടെ നമ്മളും പോയി അതൊക്കെ കാണുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഡോജ് ബോളിൻ്റെ നാഷണൽ പോയതിന് റെസിഡൻസിയിൽ നിന്ന് ആദരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാവി എന്താവാനുള്ള തീരുമാനം? ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ അല്ലേ? അപ്പോൾ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കുടുംബം ഒന്നടക്കം സ്പോർട്സിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന മാതാപിതാക്കളാണ് അവരുടേത്. സ്കൂളിൽ നിന്നും നാട്ടുകാരുടെ എല്ലാം സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും ഇവർക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം.